desires. It roots inside the mind and grows like an elf. Perhaps a notion prevails, irrespective of gender or color. It's so powerful. The unravished desires yet often find its place in your heart, as it is what driving your creativity, though it is red, blue or black. കഴിഞ്ഞു. ഇതുവരെയില്ല. പേടിക്കണ്ട, അവന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കത് ഉറപ്പില്ല. ഞാൻ കുറ്റസമ്മതം നടത്തുന്നു. ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. അരുത്, പറയരുത്. എനിക്കിതല്ലാതെ വേറെ നിവൃത്തിയില്ല. പറഞ്ഞാൽ അവൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, പക്ഷേ അവൾ എന്നെ വല്ലാതെ ആകർഷിക്കുകയായിരുന്നു. ഞാൻ കണ്ടതിൽ വച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അവൾ. ഗൗരി, എന്റെ ഗൗരി. അതതിൻ്റെ ശരി. ഉത്തരമില്ലെന്ന് ഞാൻ കരുതിയ പല ചോദ്യങ്ങൾക്കും നീ എനിക്ക് ഉത്തരം നൽകി. ഞാൻ കരുതി നീ എന്നെ ശ്രദ്ധിച്ചിട്ടേയില്ല. വാ വാ, ഇവിടെ ഇരിക്കേ. ഞാൻ ഇവിടെ നിന്നോളാം. എന്തേ, നാണാണോ? എനിക്കറിയില്ല. നിന്റെ ഈ കണ്ണുകൾ എന്നെ പിന്തുടരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സ്വകാര്യതകളിൽ ഞാൻ നിന്നെ ആസ്വദിച്ചിട്ടുമുണ്ട്. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത നിന്റെ ഈ ഗന്ധവും സ്പർശവും എന്നെ നിർവൃതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ശരിയല്ല. ശരിയല്ല? Why? Having sex is not that bad. She is beautiful. സുന്ദരിയാണവൻ. The moon serves the purpose. Only if you stay out at night. വശീകരണ കല അവൾ പഠിച്ചതിനേക്കാൾ നന്നായി ആരും പഠിച്ചു കാണില്ല. അവളുടെ കണ്ണുകൾ തന്നെ ഒരുപാട് കഥ പറഞ്ഞു. ഒരുപാട്. അവളുടെ അസ്തിത്വത്തിന് മുന്നിൽ ഞാനായി തുടരാൻ കഴിയാതെ പോയി. അവളുടെ ശുദ്ധമായ വിയർപ്പിന്റെ ഗന്ധം എന്നെ മത്തുപിടിപ്പിച്ചു. അതെന്നെ അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരുന്നു. Scent of jasmine and raspberry sand. മുല്ലപ്പൂ ഇഷ്ടമാണോ? ഒരുപാട്. ഇതിന്റെ ഗന്ധം എന്നിലെ വികാരത്തെ ഉണർത്തും. മുല്ലപ്പൂ നിന്നെ കൊതിപ്പിക്കും കുറച്ചു നേരത്തേക്ക്. പിറ്റേന്ന് രാവിലെ അതിന്റെ ഗന്ധം നശിക്കും. നീ അതിനെ പുറത്തേക്ക് വലിച്ചെറിയും, ഇല്ലേ?
കണ്ടോ? ഇതെന്നെ എപ്പോഴും എനിക്ക് കിട്ടാതെ പോയ എൻ്റെ സ്വപ്നങ്ങളെ ഓർമ്മിപ്പിക്കും. നിന്നെ തേടി വരുന്ന എല്ലാവരോടും നീ ഇങ്ങനെയാണോ പറയുന്നത്? നിന്നോട് മാത്രം. ഞാനും നീയും തമ്മിൽ കാലകത്തി കിടന്നു തരുന്ന ബന്ധം മാത്രമല്ലല്ലോ, അല്ലേ? നിനക്കെന്നെ വിശ്വാസമില്ലേ? നിന്റെ കണ്ണുകൾക്ക് എന്നോട് കള്ളം പറയാൻ കഴിയില്ല. നമ്മൾ ശ്വസിച്ചത് ഒരേ ഗന്ധമാണ്, നമ്മൾ അറിഞ്ഞത് ഒരേ ചൂടാണ്, നമ്മൾ കളിച്ചതും സ്വപ്നം കണ്ടതും ഇതേ കട്ടിലാണ്. ഇന്ന് ഇതേ കട്ടിലിൽ എന്താ നിന്നെ പിന്നോട്ട് വലിക്കുന്നത്? നിന്റെ മുഖം, അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിന്റെ യാഥാർത്ഥ്യം. എനിക്കൊരേ ഒരു യാഥാർത്ഥ്യമേ ഉള്ളൂ, എന്നിലേക്ക് ഏതൊരുവനെയും വലിച്ചടിപ്പിക്കുന്ന സ്ത്രീ എന്ന യാഥാർത്ഥ്യം. ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ സത്യവും. അങ്ങനെ മറ്റേതൊരു പുരുഷനെ പോലെ ഞാൻ അവരിലൊരാളായി മാറി. So you made love? Love is there? Huh? എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. Why? Huh? എന്താ? അമ്മ വിളിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ. നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഉള്ളിൽ കാമം നിറഞ്ഞപ്പോൾ എന്റെ തൂലിക കണ്ടെത്തിയ മുഖം, ഞാൻ ആസ്വദിച്ച ആ മുഖം, ഞാൻ ചെയ്ത തെറ്റ്. അമ്മ വിളിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ. നീ ഇത്ര നേരം എന്തെടുക്കായിരുന്നു? വലിയ എഴുത്താനല്ലമ്മേ, അതിന്റെ തിരക്കായിരിക്കും. ഇങ്ങനെ കഥ എഴുതി നടന്നോ? ഇവളെ കെട്ടിച്ചുവിടാറായി. അതിന്റെ വല്ല ബോധമുണ്ടോ? ബോധമുണ്ടോന്ന്? നീ കഴിക്കുന്നില്ലേ? ഞാൻ കുളിച്ചിട്ട് വരാമേ. We are bound with our morals and relations. തെറ്റും ശരിയും നമ്മളെ ബന്ധിച്ചിരിക്കുന്നു. And as I told you, the unravished desires get often find its place in your art. അവസാനം മുങ്ങിത്താഴാതെ നിലനിൽക്കുന്ന ഒരേ ഒരു സത്യം, ആണും പെണ്ണും.
ശരികൾ ദൈവങ്ങളാണെങ്കിൽ എനിക്ക് നമ്മുടെ ദൈവത്തിലേക്ക് എത്താൻ എൻ്റെ ദൈവത്തിലേതാക്കണം. നമ്മുടെ ശരികൾ എന്നെ ബന്ധിച്ചിരിക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു. എന്നാലും അതിലേക്കാണ് എൻ്റെ യാത്ര. എൻ്റെ അന്ധതയിൽ നിന്നും നിങ്ങൾ കാണുന്ന വെളിച്ചത്തിലേക്കുള്ള യാത്ര. എൻ്റെ ശരികളിൽ നിന്നും അതിൻ്റെ ലഹരിയിൽ നിന്നും നമ്മുടെ ശരികളിലേക്കൊരു ദൂരമുണ്ട്. ആ പാത, അതാണ് എൻ്റെ മനസ്സാക്ഷി. ഇത് ശരിയല്ല, ശരിയല്ല, തെറ്റ്.
തെറ്റ്, വലിയ തെറ്റ്.
എന്നിൽ പകർന്നു കിട്ടിയ വെളുപ്പിൽ നിന്നും നമ്മൾ പടുത്തുയർത്തിയ ചുവപ്പിൽ ഒടുവിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, നമ്മൾ കാണേണ്ട വെളിച്ചത്തിന് നിറം കറുപ്പാണെന്ന്. വെറ്റില നല്ല തളിരാണല്ലോ നായരെ. ഇത്രയും രസം എന്റെ തൊടിയിലാ, അല്ലെങ്കിലും തളിരിനോടാണല്ലോ പ്രിയം. ഇത്ര നേരായി നായരെ, അവരാണ് ഇതുവരെ കാണുന്നില്ല. എന്റെ അമ്പുവേ, ധൃതി ആയോ? എന്താ ഇത് കഥ? ഇതിപ്പോ ഇത്ര വലിയ അത്യാവശ്യ? 4 ദിവസം കഴിഞ്ഞാ ഇവന്റെ വേളിയാ. ഒന്നിനെ കുറിച്ചും ഒരു നിശ്ചയമില്ല. ആരെ നോക്കണേ? തളിരിലയാണോ? കാർത്തിയായനി, നമ്മുടെ കാർത്തുവേ. ഓ, കാർത്തിയായനി. അവളാകുമ്പോഴത്തേക്ക് എല്ലാം നല്ല വൃത്തിക്ക് അങ്ങോട്ട് പഠിപ്പിക്കും. അതാണല്ലോ അതിന്റെ ചരിത്രം. ഞാൻ പറഞ്ഞ ഋഷി ബോധിച്ചു തോന്നുന്നു. ഒച്ച വെക്കരുത്. ഞാനിവിടെ ഉള്ളതാ. നീ ആരാ? എന്താ ഇവിടെ? എന്റെ പേര് കാർത്തു. ഇവിടെ അടുത്തുള്ളതാ. രാത്രി എന്ന് ഉറങ്ങാൻ കയറിയതാ. എന്നാ കിടന്നോ. ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. ഈ അമ്പലത്തിനകത്തോ? ഈ കുട്ടിയുടെ ഒരു കാര്യം, എനിക്ക് ഇവിടം വിട്ട് പുറത്തു പോകാൻ അനുവാദില്ല. നിങ്ങൾ ആരാ? എന്തിനാ ഇങ്ങനെ ഭ്രാന്ത് പറയണേ? ഒച്ച വെക്കാതെ, ആരൊക്കെ ഉണരും. ഞാൻ പറയുന്നത് സത്യ.
ഞാനിവിടത്തെ ദൈവ. ആ എന്തൊക്കെയാ നായരെ ഈ പറയുന്നേ? സത്യാത്രേ, ദൈവം പോലും അവളുടെ അമ്മയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയിന്നാ. അവളൊരു യക്ഷിയാ, യക്ഷി. ആയിരിക്കും. അവക്ക് പാഴപ്പൂവിന്റെ ഗന്ധമായിരുന്നു. മോളെ കാണാനും സുന്ദരിയാണോ നായരെ? അതിസുന്ദരി. യക്ഷിക്ക് ഗന്ധർവനിൽ ഉണ്ടായതുപോലെ. പക്ഷെ അച്ചൂട്ടി എന്നൊരു പൊരയനല്ലേ അവളുടെ അച്ഛൻ? അല്ലേലും ഗന്ധർവന്മാരങ്ങനല്ലേ? അങ്ങനെ കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് കടന്നു കളയും, അല്ലാതെ കൂടെ താമസിക്കാറില്ല. മുറുക്കി ചോപ്പിച്ചൊരു ഗന്ധർവൻ ഇവിടെ ഉണ്ട്. അപ്പൊ നായരെ, ഈ യക്ഷിക്കും ഗന്ധർവനും ജനിച്ചവളുടെ ഭാവം യക്ഷിയാണോ അതോ ദൈവികാണോ? എന്താ കാത്തു നീ യക്ഷിയെ പോലെ ചിരിക്കണേ? യക്ഷി, നിങ്ങള് ദൈവമാണെങ്കിലേ ഞാൻ യക്ഷിയ. എന്നാലും ദൈവ ഹിജടയാണ് നീ നാട്ടുകാരറിഞ്ഞാലത്തെ അവസ്ഥയാ ഞാൻ ആലോചിക്കുന്നത്. അതെ, എനിക്ക് സ്ത്രീയെയും പുരുഷനെയൊക്കെ മനസ്സിലാക്കാനാവും. അപ്പോ എന്നിൽ അവർ രണ്ടുപേരും ഉണ്ടെന്ന് അറിയാത്തവരാണോ ഈ നാട്ടുകാര്? ആണോ? ഓഹോ, ഈ ദൈവം പട്ടിക്ക് പട്ടിയും പൂച്ചയ്ക്ക് പൂച്ചയും ഈച്ചയ്ക്ക് ഈച്ചയും ആണെന്നാണോ? അതിന് ഞാനെന്ന ഈ സങ്കല്പം മനുഷ്യന് മാത്രമല്ലേ ഉള്ളൂ. സങ്കല്പമോ? നിന്റെ കൂടെ ജനിച്ച് നിന്റെ വിശ്വാസത്തിൽ വളർന്ന് നിന്നോടൊപ്പം ഒടുങ്ങുന്നതാണ് ഈ ഞാൻ. അപ്പോ ഈ ദൈവം എന്ന് പറയുന്ന ഒരു കള്ളവാ? അതെ, നിന്നെയും ഈ സർവചരാചരങ്ങളെയും കാത്തുരക്ഷിക്കുന്ന വെറും ഒരു കള്ളം. എന്താ കുഞ്ഞ, നടക്കില്ലേ? പേടിയാവുന്നു മാഷെ. ഞാൻ എങ്ങനെ അമ്പ്രാന്റെ വിഗ്രഹത്തിൽ തൊടുക? കുഞ്ഞന് വസൂരി വന്ന് ചാവും. കുഞ്ഞിനൊന്നും പറ്റില്ല കുഞ്ഞ. കുഞ്ഞിനത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും നിനക്ക് ദൈവത്തെ തൊഴാൻ പറ്റില്ല. ദൈവം എല്ലായിടത്തും ഇല്ലേ മാഷെ? അമ്പലങ്ങളില്ലേലും അമ്രാൻ നമ്മളെ കാത്തോളും. അങ്ങനെ ചെയ്യാൻ കഴിയൂല. ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ നീ ചെയ്യാൻ പോകുന്നില്ല എന്താ തെറ്റ്? ഞാൻ ചെയ്യാം മാഷെ. എൻ്റെ കുട്ടിയോള് നാളെ ദൈവങ്ങളെ തന്നെ കണ്ടു വളരട്ടെ. നീ ധൈര്യമേ പോകുഞ്ഞ. നാളെ വെളുക്കുമ്പോൾ നാട്ടുകാർ കാണേണ്ടത് ആൽമരച്ചുവട്ടിലിരിക്കുന്ന ദൈവവിഗ്രഹത്തെയാണ്. അമ്പലത്തിൽ കയറാനല്ലേ വിലക്കുള്ളൂ. ആൽമരച്ചുവട്ടിലിരിക്കുന്ന ദൈവത്തെ ആർക്കും കാണാം, പ്രാർത്ഥിക്കാം. നീ പോകും. ദൈവമാണത്ര, പക്ഷെ ഒന്ന് വിസർജിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റില്ല. കൊള്ളാം. എൻ്റെ സൃഷ്ടിയും പരിപാലനവും എൻ്റെ സംഹാരവും ഈ മതിൽക്കെട്ടുകൾക്കകത്താണ്. ഇവിടെ വരുന്നവരെ ഞാൻ രക്ഷിക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. ആഗ്രഹങ്ങൾ, മോഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താ അങ്ങനെ? എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്നെ ഞാൻ മറന്നുപോയിരിക്കുന്നു. ഒരുപാട് പേരുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഭ്രാന്തും പേര് ഇരഞ്ഞാൻ വരാൻ വിധിക്കപ്പെട്ടൊരു ഉടനെ മാത്രമല്ലേ ഞാൻ. പിന്നെ നീ എന്താ ഇവിടെ? കുടിലിരുന്നാൽ അച്ഛൻ. ഇന്നും എനിക്ക് ആവശ്യക്കാരുണ്ടായിരുന്നു. വയ്യ, എനിക്ക് വയ്യ. മാസത്തിൽ ഈ കുറച്ച് ദിവസങ്ങളെങ്കിലും ഇവിടെ മാത്രമേ ഉള്ളൂ ശരണം. അവരൊരിക്കലും എന്നെ തേടി ഇവിടെ വരില്ല. നിർത്തുക. ആരോ വരുന്നുണ്ടല്ലോ. കാർത്ത് എത്തിയെന്നാ തോന്നണേ. ആരാ? ചിന്നനാണേ. കാർത്തു എവിടെ? കാർത്തുവിനെ കാണാനില്ലല്ലോ. അവള് കുടിയിലില്ല. ഉണ്ടായിട്ടും കാര്യമില്ല. ഇന്ന് രാവിലെ പുറത്തായിന്നാ പറഞ്ഞേ. അശ്രീകരം. പുറത്താവാൻ കണ്ട നേരം.
അത് കഷ്ടമായല്ലോ. എൻ്റെ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചു പോയതല്ലേ. നായരെ പുറത്തയച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് വേണം. അങ്ങേത്തെ തൊടിയിലെ ചാന്നാൻ്റെ കെട്ടിയോള് പോരേ കാണും. നീ പോയി വിളിച്ചിട്ട് വാ. ഇന്ന് ആശ തീർക്കാതെ അമ്പൂന് ഉറക്കമില്ല. അവള് ജാതിയിൽ താണതല്ലേ, പക്ഷേ പഠിപ്പിക്കാൻ ബഹുമിടിക്കുക. അവൾക്ക് വയറ്റിലുണ്ടെന്നാ കേട്ടെ. ഐ പോയി വിളിച്ചുകൊണ്ട് വരിക. കണ്ട ചാണ്ണാണ് വയറ്റിലുണ്ടാക്കാനല്ല ഞാൻ തൊടിയിൽ ഇടം കൊടുത്തത്. പുറത്തായവൻ പുറത്ത് വെക്കട്ടെ, അകത്തുള്ളവൾ അടുത്ത് വരട്ടെ. വേഗം പോയിട്ട് വരിക. അമ്പറ മാപ്പാക്കണേ. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഏനും വസൂരി വന്നിട്ട് എന്റെ പെണ്ണിനെ കുഞ്ഞിനെ പോച്ചേക്കണേ. കൊടുന്ന തെറ്റാണെങ്കിൽ എന്റെ കൈ കുഴിവരിച്ചേക്കണേ. തൊടുവാ ഞാൻ പ്രാൻ, തൊടുവാ ഞാൻ പ്രാൻ. ഒരു പ്രശ്നമുണ്ട് നായരെ. എന്താ നമ്മുടെ കോവിലിൽ കയറിയ ആ കുഞ്ഞനെ അവന്റെ ആൾക്കാരും. എന്റെ ദേവിയെ ഞാൻ എന്താ കേക്കണേ? നശിപ്പിക്കും, ഇവറ്റകളെല്ലാം നശിപ്പിക്കും. വല്ലാത്ത വേദന, ഉറക്കം വരുന്നില്ല. എന്തിനാ ഇങ്ങനെ? കുറച്ച് ദിവസം ഞങ്ങൾക്ക് മാത്രം. മുറിവുകൾ 9, 10ാമതൊരു മുറിവ്, അത് തിരുമുറിവ്. എന്താ? ജനനം വേർപെടുത്തിയ മുറിവ് ഞാൻ വേഗം ഉണക്കി. കാരണം ജനനം നീ മറക്കണം. നിനക്ക് കാണുവാനും കേൾക്കുവാനും ശ്വസിക്കുവാനും ഭക്ഷിക്കുവാനും വിസർജിക്കുവാനും ഞാൻ മുറിവുകൾ നൽകി. പിന്നെ നിനക്ക് തിരിച്ചറിവായപ്പോൾ ഞാനൊരു മുറിവ് നൽകി. പെട്ടെന്നുണങ്ങാത്ത, ഇടയ്ക്കിടയ്ക്ക് ചെറുവേദനയിലൂടെ നിന്നെ അതിൻ്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന ഒരു മുറിവ്. എന്തു മഹത്വം? എല്ലാ മാസവും അശുദ്ധിയുടെ ഈ ഭാണ്ഡവും വരെ നടക്കാൻ എന്തിനീ മുറിവ്? അതെന്നെ സംരക്ഷിക്കുന്ന മുറിവായതുകൊണ്ട്, എൻ്റെ നിലനിൽപ്പിൻ്റെ മുറിവായതുകൊണ്ട് തിരുമുറിവ്. എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്നിലും നിന്റെ തലമുറയിലും കൂടിയാണ് ഞാനെന്ന വിശ്വാസം നിലനിൽക്കുന്നത്. നിങ്ങളില്ലാതായാൽ ഞാനില്ല. എനിക്ക് നീ ഒരു ശാപമാണ്. മറ്റൊരുവന്റെ കാമാസക്തി തീർക്കാനും അശുദ്ധി എന്ന വിളിപ്പേര് കേൾക്കാനും. എന്നെ ഒന്ന് രക്ഷിക്കാമോ? അയ്യോ, ആരുണ്ട്? അവറ്റുകളെ കൊല്ലണം. ഒറ്റ എണ്ണത്തിനെ വെറുതെ വിടരുത്, ചവിട്ടി പൊളിക്കുക. അവൻ പടിഞ്ഞാറോട്ടാ പോയത്, നിങ്ങൾ അതിലേ പോകും. നീ എന്താ ഇവിടെ അമ്പലത്തില്? നിനക്ക് പുറത്തായി എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. വ്യഭിചരിക്കാൻ അല്ല എന്തിനാ? അമ്പലത്തിലെ ദൈവമല്ലേ ഉള്ളത്? ദൈവത്തിനെ വ്യഭിചരിക്കാൻ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ കേളുനായരെ. പിന്നെ നിങ്ങൾ എന്താ ഇവിടെ? ശുദ്ധിയില്ലാതെ അമ്പലത്തിൽ കയറി അശുദ്ധി ആക്കിയതും പോരാ, നാവടന്നോടി തേവിടിശി. നേര് പറ, ആരടി ഇറങ്ങിയോടി? രാക്ഷസന്മാർ വന്നില്ലേ? അപ്പൊ ഇറങ്ങി ഓടിയത് ദൈവമായിരിക്കും. കൊല്ലടാ അവളെ. നായരെ, അമ്പലം അശുദ്ധമാക്കിയ ഇവളുടെ രക്തം കൊണ്ടാവട്ടെ ദേവിയെ ശുദ്ധീകരിക്കുന്നത്. നിക്കടി, കത്തിക്കടാ.
കുഞ്ഞന് ദൈവവിഗ്രഹത്തിൽ തൊടാൻ കഴിഞ്ഞില്ല. കൂട്ടത്തിൽ ആരോ ചതിച്ചതാണോ അതോ ദൈവഹിതമോ? സർവശക്തനായ ദൈവത്തിനെതിരെ നശ്വരനായ മനുഷ്യൻ എന്ത് പോരാട്ടം? കത്തിയമരുന്ന ജീവിതങ്ങൾക്ക് നടുവിൽ ദൈവം തല ഉയർത്തിപ്പിടിച്ചാണോ താഴ്ത്തിപ്പിടിച്ചാണോ ഇരിക്കുന്നതെന്ന ചോദ്യം മാത്രം ബാക്കി.